പ്രിയ ഭക്തരെ, ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളിൽ മാത്രമാണ്. നിങ്ങൾ ഇന്നലെ വരെ എന്തു ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾ നിങ്ങളായിരിക്കുക. നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേയുള്ളൂ. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ പരാജയം തുടങ്ങുന്നു. വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ചവിട്ടുപടിയാണ് ചെറിയ കാര്യങ്ങളിലുള്ള വിജയം. അതിനാൽ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ചിന്തിച്ച് തുടങ്ങുക. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. നിങ്ങൾക്ക് ശക്തി കൈവരുന്നത് വിജയങ്ങളിലൂടെയല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമഘട്ടങ്ങളിലും നിങ്ങൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ശക്തി. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിജയവും നേടാൻ നിങ്ങളുടെ ജീവിതവും സമയവും ശക്തിയും ഉപയോഗിക്കുക. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുക. സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനം നൽകാതിരിക്കുക. ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ അവരും നിങ്ങളെ മനസ്സിലാക്കും എന്ന ചിന്ത വ്യർത്ഥമാണ്. ഭക്തർ, ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സ് ശക്തമായ ഒരു കാന്തം പോലെയാണ്. നിങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നു. നിങ്ങളെപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളെ ആകർഷിക്കുന്നു. പല ഭക്തരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് എപ്പോഴും കടബാധ്യത തീരണം എന്ന് പ്രാർത്ഥിക്കുന്നതും അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നതും. ഇതുമൂലം നിങ്ങൾ കടത്തെ കൂടുതൽ ആകർഷിക്കുന്നു. പകരം നിങ്ങൾക്ക് ധനം ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതെല്ലാം ആകർഷിക്കുകയും ധനം വന്നു ചേരുകയും ചെയ്യുന്നു. എപ്പോഴും ഇല്ലായ്മ ബന്ധപ്പെടുത്തുന്ന വാക്കുകൾ ഒഴിവാക്കി സമൃദ്ധിയുമായിട്ടുള്ള വാക്കുകൾ ഉൾപ്പെടുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷം നിങ്ങളിൽ എല്ലാ സമൃദ്ധിയും വന്നെത്തുന്നു. ഇതൊരു പ്രപഞ്ച രഹസ്യമാണ്. ഭക്തരെല്ലാം എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഓം നമഃ ശിവായ.